പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷാ പ്രളയം. പദ്ധതിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ. ആനയിടഞ്ഞുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വർദ്ധിച്ചുവരുന്ന ചൂടും ജനങ്ങളുടെ പ്രകോപനവുമാണ് ആനകൾ ഇടയാൻ കാരണമെന്ന് വിദഗ്ധർ. ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ പുതുതായി വരുന്ന പദ്ധതി സംബന്ധിച്ച് ആശയ വ്യക്തത വരുത്തണമെന്ന് കോൺഗ്രസ്. 70 കോടി ചെലവിൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് മേയർ അജിത വിജയൻ. പെരിയ ഇരട്ട കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസ് CBIയെ ഏൽപ്പിക്കണമെന്നും ചെന്നിത്തല. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. വിചാരണ വേഗം പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. പ്രധാന പങ്കാളികളായ ഏങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങൾ ഒരുങ്ങി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷാ പ്രളയം. പദ്ധതിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 3 ഗഡുക്കളായി കർഷകർക്ക് 2000 രൂപ വീതം സഹായധനം ലഭിക്കുന്നതാണ് പദ്ധതി. കൃഷിഭവനുകൾ മുഖേനയാണ് കർഷകർ അപേക്ഷ സമർപ്പിക്കേണ്ടത്. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ആർക്കും ആനുകൂല്യം നേടാനാകുമെന്നതാണ് പദ്ധതിയെ ആകർഷകമാക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡുവായി 2000 രൂപ അപേക്ഷിച്ചവർക്ക് ലഭിച്ചു തുടങ്ങി. പദ്ധതിക്ക് അപേക്ഷിക്കേണ്ട സമയപരിധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആനുകൂല്യം നേടാൻ മിനിമം ഭൂമിയെക്കുറിച്ചും നിബന്ധനയില്ല. അപേക്ഷയോടൊപ്പം ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ബുക്ക്, ഭൂനികുതി രശീതി എന്നിവയുടെ പകർപ്പുകൾ സഹിതമുള്ള രേഖകളാണ് സമർപ്പിക്കേണ്ടത്. തുടർ പദ്ധതിയായതിനാൽ ആനുകൂല്യം നഷ്ടമാകുമെന്ന ആശങ്ക വേണ്ടെന്നും അനാവശ്യ തിടുക്കം ആവശ്യമില്ലെന്നും കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. സർക്കാർ ജീവനക്കാർ, 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ, പ്രൊഫഷണൽസ്, ജനപ്രതിനിധികൾ എന്നിവർക്ക് ആനുകൂല്യം ലഭ്യമാകില്ല. എന്നാൽ പദ്ധതിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടന്നുവരുന്നുണ്ട്. കൃഷിഭൂമിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ പിന്നെ ഈ ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനോ കിണർ കുഴിക്കുന്നതിനോ അനുമതി ലഭിക്കില്ലെന്നും ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുമെന്നുമുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളാണ് നടന്നുവരുന്നത്. ഇത്തരം പ്രചാരണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പ്രതികരിച്ചു. ഈ വാട്സപ്പിൽ കൂടെ ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ആൾ വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ നടക്കേണ്ട കാര്യം എന്താണ്? 2008 നെൽവയ തണ്ണിരുത്ത നിയമം ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? 2008 നെൽവയ തണ്ണിരുത്ത നിയമം എന്താ പറയുന്നത്? കൃഷിഭൂമി എന്ന് പറയുന്നത് എന്താണ്? നെൽവയൽ എന്ന് പറയുന്നത് എന്താണ്? തണ്ണിരുത്തണം എന്ന് പറയുന്നത് എന്താണെന്നതിനെ പറ്റി ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയിൽ ഇനി നാളെ അവർക്കൊന്നും വീട് വയ്ക്കാൻ പാടില്ലെന്നാണ് അർത്ഥം. അപേക്ഷകരുടെ തള്ളിക്കയറ്റം മൂലം കൃഷിഭവനുകളിൽ വലിയ തിരക്കും ജോലിഭാരവുമാണ് പ്രകടമാകുന്നത്. അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുന്ന സൈറ്റ് പലപ്പോഴും ബ്ലോക്കാകുന്ന സാഹചര്യവും നിലവിലുണ്ട്. എന്നാൽ കർഷകരല്ലാത്തവരും ആനുകൂല്യത്തിനായി വ്യാപകമായി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. കൃഷിക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ നിർബന്ധമല്ലാത്തതിനാൽ ഈ ആനുകൂല്യം ദുരുപയോഗം ചെയ്യുന്നവരും ഏറെയുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ കർഷകരുടെ പേരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നടപ്പാക്കുന്ന പദ്ധതിയാണിതെന്ന ചർച്ചയും സജീവമാണ്. പദ്ധതി സംബന്ധിച്ച പരാതികൾ കളക്ടർ അധ്യക്ഷനായ പ്രത്യേക സെല്ലാണ് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുക. ന്യൂസ് ഡെസ്ക് TCV. ആനയിടഞ്ഞുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന ചൂടും ജനങ്ങളുടെ പ്രകോപനവുമാണ് ആനകളിടയാൻ കാരണമെന്ന് വിദഗ്ധർ. ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ആനയിടഞ്ഞുള്ള അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. ഈ സീസണിൽ തന്നെ 20-ലേറെ ആനകളാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം 2 ഉത്സവങ്ങളിലായി ആനകൾ ഇടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കിയിരുന്നു. പലപ്പോഴും സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചില ആളുകൾ ആനകളുടെ കൊമ്പ് കയറി പിടിക്കാൻ വരുന്നതും, ഇന്നലെ തന്നെ നമ്മുടെ കുന്നംകുളത്തുണ്ടായ വലിയൊരു അപകടം, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ പോലീസ് ഓടിക്കാൻ നോക്കിയപ്പോൾ, ലാത്തി വീശിയപ്പോൾ അവർ ആനയുടെ മുമ്പിലേക്ക് ഓടി വരികയും ആന പേടിച്ചോടുകയാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് തെച്ചുകോട്ടാവിൻ്റെ കേസിലും നമുക്ക് സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ ചില ഗൂഢശക്തികൾ പ്രവർത്തിച്ചു വരുന്നതായിട്ടും ഞങ്ങൾ സംശയിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ചൂടും ഉത്സവപ്പറമ്പുകളിലും മറ്റുമുള്ള ജനങ്ങളുടെ പ്രകോപനവുമാണ് ആനകളിടയാൻ കാരണമെന്ന് ആനവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പരമ്പരാഗത നെറ്റിപ്പട്ടത്തിനും കോലത്തിനും ആടയാഭരണങ്ങൾക്കും പുറമെ ആനകളെ പരിഭ്രാന്തരാക്കുന്ന ബലൂൺ അടക്കമുള്ള അലങ്കാരങ്ങളും ഉപയോഗിക്കുന്നത് ആനകൾക്ക് അലോസരമായി മാറുന്നതായി ആക്ഷേപമുണ്ട്.
കൂടാതെ ആനകളെ അനാവശ്യമായി കുത്തിപ്പൊക്കുന്നതും കമ്മിറ്റിക്കാരുടെയും ജനങ്ങളുടെയും പ്രകോപനങ്ങളും ആനകൾ ഇടഞ്ഞോടുന്നതിന് കാരണമാകുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലിലുള്ള ആന എഴുന്നള്ളിപ്പുകൾ പരമാവധി ഒഴിവാക്കണമെന്നും ഉത്സവങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണമെന്നുമുള്ള ആവശ്യം ഉയരുന്നുണ്ട്. എഴുന്നള്ളിപ്പ് സമയങ്ങൾ ഇത്തരം കാലഘട്ടങ്ങളിൽ, ഇത്തരം സമയങ്ങളിൽ, ഇത്തരം ചൂടേറിയ കാലാവസ്ഥയുള്ള സമയങ്ങളിൽ എഴുന്നള്ളിപ്പ് സമയങ്ങൾ ഒന്നും കൂടെ പുനഃക്രമീകരിക്കപ്പെടും. ചെറിയ പ്രകോപനങ്ങൾ പോലും സമ്മർദ്ദത്തിലായി നിൽക്കുന്ന ഒരു ആനയെ വല്ലാതെ ഓടാനും അതുവഴി കൂടുതൽ അക്രമാസക്തനാവാനും ഒക്കെ സാധിക്കും. ആനകൾ ഇടഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പ്രകോപിക്കാതിരിക്കാൻ നോക്കുക. ഒരു നിശ്ചിത അകലം പാലിച്ചു മാത്രം പൊതുജനങ്ങൾ നിൽക്കുക എന്നുള്ളൊരു അപേക്ഷയാണ് ഇതിനോടനുബന്ധിച്ച് പറയാനും. നാട്ടാനകൾ കുറഞ്ഞതോടെ നിലവിലുള്ള ആനകൾക്ക് എഴുന്നള്ളിപ്പുകൾ വർദ്ധിച്ചതായും ഇവയ്ക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആനകളെ ലേലം ചെയ്ത് നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ആനകളിടഞ്ഞ് ഇനിയും അപകടങ്ങൾ വിളിച്ചുവരുത്താതിരിക്കാൻ മുൻകരുതലുകളും നടപടികളും ആവശ്യമാണ്. ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ പുതുതായി വരുന്ന പദ്ധതി സംബന്ധിച്ച് ആശയ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് കോംപ്ലക്സ് ആണോ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റാണോ ഇവിടെ സ്ഥാപിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MK മുകുന്ദൻ ആവശ്യമുന്നയിച്ചു. കൗൺസിൽ യോഗത്തിൽ പ്രമേയത്തിലൂടെയാണ് പ്രതിപക്ഷം ലാലൂർ നിവാസികളുടെ ആശങ്ക ദൂരീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ലാലൂരിൽ ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനാണ് സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ലാലൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. 15 ഏക്കർ സ്ഥലം മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കായി ആവശ്യമാണെന്നാണ് അധികാരികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ കളക്ടർ നടത്തിയ യോഗത്തിൽ ജനപ്രതിനിധികളും ലാലൂർ നിവാസികളും കോർപ്പറേഷൻ അധികാരികളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ലാലൂരിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കാൻ കോർപ്പറേഷന് താൽപ്പര്യമില്ലെന്നും 70 കോടി രൂപയോളം ചിലവഴിച്ച് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് നീക്കമെന്നും മേയർ അജിത വിജയൻ TCVയോട് വ്യക്തമാക്കിയിരുന്നു. സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം നടത്താനിരിക്കെയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശനം നടത്തിയത്. ഏതു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കോർപ്പറേഷനും സർക്കാരും വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് കേസ് പൂർണ്ണമായും അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസ് CBIയെ ഏൽപ്പിക്കണമെന്നും ചെന്നിത്തല. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാരും പോലീസും അന്വേഷണം അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. വിലപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ബന്ധം അന്വേഷിക്കുന്നില്ലെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുന്നത് പൂർണ്ണമായ അട്ടിമറിയാണ്. ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന് സർക്കാരും പോലീസും കൂട്ടുനിൽക്കുകയാണ്. കൂടുതൽ പ്രതികളെ കണ്ടെത്താനോ തെളിവുകൾ ശേഖരിക്കാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറാകാതിരിക്കുന്നത് തികച്ചും ദുരൂഹമായ നടപടിയാണ്. NSS ജനറൽ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തുന്ന കോടിയേരിയുടെ പ്രസ്താവന അപലപനീയമാണ്. എതിർക്കുന്നവരെ അടിച്ചമർത്തുന്ന സമീപനമാണ് CPMന്റേത്. സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിയമപരിഷ്കാര കമ്മീഷൻ ശുപാർശ ചെയ്യാതെയുള്ള ചർച്ച് ബിൽ ആക്ട് ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ചർച്ച് ബിൽ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിലെ സാമുദായിക സംഘടനകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നും ആ അഭിപ്രായങ്ങൾ അവർ പറയാറുമുണ്ട്. നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയെ ഭീഷണിപ്പെടുത്തുന്ന കോടിയേരിയുടെ നിലപാട് അങ്ങേയറ്റം അപലപനീയമാണ്. സർക്കാരുമായി ചർച്ച നടത്തിയില്ല എങ്കിൽ ഭീഷണിപ്പെടുത്തും എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ മതി, കേരളത്തിൽ വേണ്ട. UDFന്റെ സീറ്റ് വിഭജന ചർച്ച ചൊവ്വാഴ്ച ആരംഭിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് 2ാം വാരത്തോടെ പ്രഖ്യാപിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ വാഴപ്പിണ്ടി സമരത്തെ ന്യായീകരിച്ച ചെന്നിത്തല ഇരിങ്ങാലക്കുടയിൽ പീഡനക്കേസിലെ പ്രതിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത നടപടി DCC നേതൃത്വം പരിശോധിക്കുമെന്നും പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്,
സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തകൾ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിക്കണമെന്ന നടിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. CBI കോടതിയിലെ ജഡ്ജിയായ ഹണി വർഗീസിനെയാണ് കേസിൽ വനിതാ ജഡ്ജിയായി ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളത്. തൃശൂർ സ്വദേശിനിയായ ഹണി വർഗീസ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മകളാണ്. കേസിൽ വനിതാ ജഡ്ജി വേണമെന്നും പ്രത്യേക കോടതിയിൽ വിചാരണ നടത്തണമെന്നും വിചാരണ നടപടികൾ തൃശൂരിലേക്ക് മാറ്റണമെന്നും ആക്രമിക്കപ്പെട്ട നടി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ ദിലീപ് ഉന്നയിച്ച വാദങ്ങൾ ഹൈക്കോടതി തള്ളി. വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യം ന്യായമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിചാരണ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് കേസുകൾ സംസ്ഥാനത്ത് വേറെയുണ്ടെന്നും നടിക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകരുതെന്നും ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിചാരണ വൈകിക്കാനാണ് ദിലീപിന്റെ നീക്കമെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നും നടപടികൾ തൃശൂരിലേക്ക് മാറ്റണമെന്നുമുള്ള നടിയുടെ ആവശ്യത്തിൽ സർക്കാരിന്റെ നിലപാട് കോടതി നേരത്തെ തേടിയിരുന്നു. പാലക്കാട്, തൃശൂർ ജില്ലയിൽ നിശ്ചിത യോഗ്യതയുള്ള വനിതാ ജഡ്ജിമാരില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. TCV ന്യൂസ്, തൃശൂർ. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. പാരമ്പര്യമായ ആചാരാനുഷ്ഠാനങ്ങളും രാജകീയ പ്രൗഢിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സംഗമവേദിയായ ഉത്രാളിക്കാവ് പൂരത്തിലെ പ്രധാന പങ്കാളികൾ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളാണ്. ഉത്രാളിക്കാവ് ഭഗവതിയുടെ പിറന്നാളിന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലെ ഭഗവതി പോകുന്നതാണ് വടക്കാഞ്ചേരി ദേശവും പൂരവുമായുള്ള ഐതിഹ്യം. ഒരിക്കൽ കൊച്ചി രാജാവിന്റെ വിശ്രമസ്ഥലമായിരുന്ന ഇന്നത്തെ ബോയ്സ് സ്കൂളിന് അരികിലൂടെ വടക്കാഞ്ചേരി വിഭാഗം എഴുന്നള്ളിപ്പ് കടന്നു പോകുന്നതിന്റെ വാദിഘോഷങ്ങൾ കേട്ട് രാജാവ് അതെന്താണെന്ന് ആരായുകയും തുടർന്ന് രാജകോവിലകത്തിന്റെ അരികിലൂടെ പോകുന്ന പൂരത്തിന് രാജകീയ അകമ്പടിയായി 2 ഭടന്മാരെ നൽകുകയും ചെയ്തു. ഇന്നും സായുധരായ 2 പോലീസുകാർ പൂരത്തിന് അകമ്പടി സേവിക്കുന്നത് ഈ ഓർമ്മയുടെ ഭാഗമായാണ്. പൂരദിവസം രാവിലെ പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് രാവിലെ 11:30 ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ ഊത്രാളിക്കാവ് പൂരത്തിന് തുടക്കമാകും. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാർ നേതൃത്വം വഹിക്കും. 1:45 എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഊത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ ആരംഭിക്കും. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര വിജയൻ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12 ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമാകും. വൈക്കം ചന്ദ്രന്മാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം വഹിക്കും. 4:15 കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ ദേശങ്ങൾ തമ്മിലുള്ള എഴുന്നള്ളിപ്പ് പൂതൻ, തിറ, ഹരിജൻ വേല തുടങ്ങിയവ നടക്കും. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് ഭഗവതി പൂരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 7:30 എങ്കക്കാട് ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽ പൂരത്തിന് സമാപനമാകും. TCV വടക്കാഞ്ചേരി. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എങ്കക്കാട് ദേശത്തെ ഉങ്ങിൻതറയിൽ നടന്ന ഉങ്ങിൻതറ മേളത്തിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ എത്തി. എങ്കക്കാട് സംസ്കാരയുടെ നേതൃത്വത്തിൽ നടന്ന ഉങ്ങിൻതറ മേളത്തിന് മച്ചാട് പ്രവീൺ നേതൃത്വം നൽകി. ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് ഗുരുവായൂരിലും വടക്കാഞ്ചേരിയിലുമുള്ള ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. ഗുരുവായൂർ KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും പടിഞ്ഞാറേനട, മമ്മിയൂർ എന്നിവിടങ്ങളിലും വടക്കാഞ്ചേരിയിലെ 20ഓളം ഹോട്ടലുകളിലും തട്ടുകടകളിലുമാണ് പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ ചേർക്കാനായി സൂക്ഷിച്ചിരുന്ന സിന്തറ്റിക് കളറുകളും അജിനോമോട്ടോയും പിടിച്ചെടുത്തു. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു വന്നിരുന്ന വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കി. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം G. ജയശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഓഫീസർമാരായ രാജീവ് സൈമൺ, ഡോക്ടർ V. അപർണ എന്നിവർ പങ്കെടുത്തു. അടുത്ത വർഷം മുതൽ കേരളത്തിലെ നിരത്തുകളിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളിലും GPS നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ 173 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി.
GPS സംവിധാനം വരുന്നതോടെ വാഹനങ്ങൾ റോഡിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കാതെ തന്നെ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ആധുനിക സംവിധാനങ്ങളെ കൂട്ടിയിണക്കിയുള്ള വാഹന പരിശോധനയാണ് വരാൻ പോകുന്നതെന്നും 10 ഇന്റർസെപ്റ്ററുകൾ കൂടി നിരത്തിലിറക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ നിരത്തുകളിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനുമാണ് സർക്കാർ സേഫ് കേരള പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ സുദേശ് കുമാർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. രാമവർമ്മപുരത്തെ കേരള പോലീസ് അക്കാദമിയിൽ 4 മാസം നീണ്ടുനിന്ന പരിശീലനം പൂർത്തിയാക്കി 173 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗമായത്. ബിടെക് ബിരുദധാരിയായ JS സരിക ജ്യോതിയാണ് പരിശീലനം പൂർത്തിയാക്കിയവരിലെ ഏക വനിത. എംടെക് വിദ്യാഭ്യാസ യോഗ്യതയുള്ള 7 പേരും ബിടെക് പൂർത്തിയാക്കിയ 59 പേരും BE ബിരുദമുള്ള 4 പേരും 103 ഡിപ്ലോമക്കാരും ഉൾപ്പെടെ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് പരിശീലനം പൂർത്തിയാക്കിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാർ. TCV ന്യൂസ്, തൃശൂർ. കല്ലൂർ ആദൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ മോഷണം. 40 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി. ആദൂർ നെല്ലിശ്ശേരി ജെയിംസിന്റെ ആഭരണ നിർമ്മാണശാലയിലാണ് മോഷണം നടന്നത്. വീടിനോട് ചേർന്നുള്ള ആഭരണ നിർമ്മാണശാലയുടെ വാതിൽ കുത്തി തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും മെക്കാർഡും മോഷ്ടിച്ചതായാണ് പരാതി. തിങ്കളാഴ്ച രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മോഷണ വിവരം അറിഞ്ഞത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തിന്റെ അമൂല്യ നിധികളായ ചരിത്ര സൂക്ഷിപ്പുകൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്താൻ നമുക്കാകണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ചരിത്ര സ്മാരകമായ ചേറ്റുവ കോട്ടയുടെ സംരക്ഷണ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 1.25 കോടി രൂപ ചെലവഴിച്ചാണ് ചേറ്റുവ കോട്ടയുടെ സംരക്ഷണ വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള നടപ്പാത, വൈദ്യുതീകരണം, സെക്യൂരിറ്റി ക്യാബിൻ, ശുചിമുറി എന്നിവ ആദ്യഘട്ടമായി നിർമ്മിക്കും. ഇത് പൂർത്തിയായാൽ സന്ദർശകരെ ആകർഷിക്കാൻ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. CN ജയദേവൻ MP മുഖ്യാതിഥിയായി. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി, CB ഭാരതി, KV അശോകൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ശേഷം മന്ത്രി കോട്ട സന്ദർശിച്ചു. കോർപ്പറേഷൻ ബജറ്റ് ചർച്ച പൂർത്തിയായി. ബജറ്റ് ചർച്ചയിൽ അഴിമതി ആരോപണവും. കോർപ്പറേഷൻ പരിധിയിൽ കെട്ടിടങ്ങളുടെ നികുതി കുറയുമെന്ന ബജറ്റ് പ്രഖ്യാപനം വെറും പ്രഹസനം മാത്രമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. വരവിനെ അധികരിച്ച് കാണിക്കുന്ന ബജറ്റ് വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ ചിലവ് കുറച്ചു കാണിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് MK മുകുന്ദൻ, ഉപനേതാവ് ജോൺ ഡാനിയൽ എന്നിവർ പറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവരിലെ ഭൂരിഭാഗം വരുന്ന ഇടത്തരക്കാർക്കും കെട്ടിട നികുതി പുനഃക്രമീകരണ പ്രഖ്യാപനം കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജലം ശുദ്ധീകരിച്ച് കുപ്പിയിലാക്കി വിൽക്കുന്ന പദ്ധതിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നു. പദ്ധതിക്ക് അനുവദിച്ച 25.5 ലക്ഷം രൂപ സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്ന് പ്രതിപക്ഷാംഗം A പ്രസാദ് ആരോപിച്ചു. കുടുംബശ്രീ അംഗം സെക്രട്ടറിയാണ് പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ. ഇടതുപക്ഷ യൂണിയൻ അനുഭാവിയായ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സമ്മർദ്ദം ചെലുത്തിയാണ് തുക സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന 8 ഹാർബറുകളുടെ 2ാം ഘട്ടം 98 കോടി രൂപ ചിലവഴിച്ച് പൂർത്തിയാക്കുമെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ചേറ്റുവ ഹാർബർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, PK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധികാര വികേന്ദ്രീകരണത്തിൽ സംസ്ഥാന സർക്കാരുകളെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി വികസനം നവസങ്കല്പങ്ങൾ എന്ന വിഷയത്തിൽ തൃശൂരിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MN സുധാകരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ TV അനുപമ മുഖ്യാതിഥിയായി. കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. ഡോക്ടർ KN ഹരിലാൽ, ഡോക്ടർ P സുധീർ ബാബു, KM ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പരമ്പരാഗത തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചെത്ത് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ
ഇനിയും നാം ശ്രമിക്കേണ്ടതുണ്ടെന്നും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള ജില്ലാതല സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KM സുധാകരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാനതല സ്കോളർഷിപ്പ് വിതരണം, സ്വർണ്ണ മെഡൽ, ലാപ്ടോപ്പ് വിതരണം എന്നിവ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ CK ചന്ദ്രൻ, V ദേവരാജൻ, EA ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലെ പുരാവസ്തു മ്യൂസിയം ദേശീയ നിലവാരത്തിലുള്ളതാക്കി മാറ്റുമെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പുരാവസ്തു വകുപ്പ് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ 1.75 കോടി രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ച പദ്ധതികളുടെ സമർപ്പണവും 5 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 5 മണിക്ക് ശേഷവും ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ പ്രവേശനം നൽകാനും ജനപ്രതിനിധികളുമായി ആലോചിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. പുരാവസ്തു വകുപ്പ് കൺസർവേഷൻ എഞ്ചിനീയർ S ഭൂപേഷ്, ശക്തൻ തമ്പുരാൻ കോളേജ് സാരഥി അജിത് കുമാർ രാജ, K രവീന്ദ്രൻ, AV വല്ലഭൻ, PN ശങ്കർ, ശക്തൻ തമ്പുരാൻ മ്യൂസിയം ക്യൂറേറ്റർ KV ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടും പഞ്ചായത്ത് തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം. നിലപാടിനെതിരെ ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുണ്ടൻകോട് കോളനിയിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നതിനായി MP PK ബിജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. സാംസ്കാരിക നിലയം വരുന്നതോടെ മുണ്ടൻകോട് കോളനിയുടെ മുഖച്ഛായ മാറുമെന്നും യുവാക്കൾക്കും കുട്ടികൾക്കും ഇത് വലിയ പ്രചോദനമാകുമെന്നും വാർഡ് മെമ്പർ പ്രസീത ശശിധരൻ പറഞ്ഞു. 4 മാസത്തോളമായി ഈ MP-യുടെ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനുള്ള പദ്ധതികൾ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കോളനിയുടെ സമഗ്ര വികസനത്തിന് 20,50,000 രൂപ MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിലെ വികസന വിരോധികളോടൊപ്പം ചേർന്ന് പഞ്ചായത്ത് ഭരണസമിതി വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുകയാണ്. ഇതിനെതിരെയാണ് തിങ്കളാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ പ്രസീത ശശിധരൻ പറഞ്ഞു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ആരോഗ്യ സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സ്റ്റേജിന മത്സരങ്ങൾ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാൾ, റീജിയണൽ, ബാലഭവൻ, മുണ്ടശ്ശേരി ഹാൾ എന്നിവിടങ്ങളിലാണ് കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഒല്ലൂർ വൈദ്യരത്ന ആയുർവേദ കോളേജിലാണ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ പൂർത്തിയായത്. 31 പോയിന്റോടെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് മേളയിൽ മുന്നിട്ട് നിൽക്കുന്നത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടക്കൽ ആയുർവേദ കോളേജ് എന്നിവയാണ് 2, 3 സ്ഥാനത്തുള്ളത്. 27 വരെയാണ് കലോത്സവം അരങ്ങേറുന്നത്. ഗവേഷണ വിജ്ഞാപന വ്യാപന രംഗത്ത് കേരള കാർഷിക സർവകലാശാല രൂപം കൊടുത്ത 11 നവീന പദ്ധതികളുടെ സമർപ്പണം കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാർഷിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് K രാജൻ MLA അധ്യക്ഷത വഹിച്ചു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ R ചന്ദ്രബാബു, കാർഷിക സർവകലാശാല ആസൂത്രണ ഡയറക്ടർ ഡോക്ടർ T പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി സൗഹൃദ പച്ചക്കറി കൃഷിക്കൂട്ടായ ഏക അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ, മനുരത്ന വിത്ത് ഉൽപാദന കേന്ദ്രം, കുന്തിരിക്കത്തിരി നിർമ്മാണ യൂണിറ്റ്, KAU കാർഷികവൽക്കരണ മിഷൻ, ബൊട്ടാണിക് ഗാർഡൻ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും സാങ്കേതിക വിജ്ഞാന നുറുങ്ങ് വീഡിയോകൾ, കൃഷിപ്പാട്ടുകൾ എന്നിവയുടെ CD പ്രകാശനവുമാണ് 11 പദ്ധതികളുടെ ഭാഗമായി കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂർ C അച്യുതമേനോൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിക്കുന്ന അതിജീവനം ഡോക്യുമെന്ററി ഫെസ്റ്റ് 2019 ചലച്ചിത്ര സംവിധായകൻ KR മനോജ് ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ പ്രിയനന്ദനൻ അധ്യക്ഷനായിരുന്നു. ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ബെന്നി ബെനഡിക്റ്റ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ R ബിന്ദു, കോളേജ് യൂണിയൻ പ്രതിനിധി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഡോക്യുമെന്ററി ഫെസ്റ്റിൽ 20ഓളം ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററി സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ഡോക്യുമെന്ററി ഫെസ്റ്റ് ബുധനാഴ്ച സമാപിക്കും.
പ്രശസ്ത ഭിഷഗ്വരനും വേദജ്ഞനുമായിരുന്ന ഡോക്ടർ ടി.ഐ. രാധാകൃഷ്ണന്റെ ചരമവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ നിർവഹിച്ചു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പുരസ്കാരം ഏറ്റുവാങ്ങി. 11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഒ.പി. ബാലൻ മേനോൻ, മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ നളിനി രാധാകൃഷ്ണൻ, ശ്രീധരൻ തേറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. കയ്പമംഗലം ജനമൈത്രി പോലീസിന്റെ കാരുണ്യത്തിൽ ഒരു നിർധന കുടുംബത്തിന് കൂടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കുരിക്കുഴി കമ്പനിക്കടവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പുത്തൻപറമ്പിൽ ഷെരീഫയ്ക്കാണ് പോലീസ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച ഷെരീഫയ്ക്ക് 2 പെൺമക്കളാണുള്ളത്. ഇവരുടെ കല്യാണം കഴിഞ്ഞതോടെ ഷെരീഫ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ വാടക കുടിശ്ശികയായതോടെ വീടൊഴിയാൻ വീട്ടുടമ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഷെരീഫ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. SI KJ ജിനീഷിനോട് ഷെരീഫ തന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഷെരീഫയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ SI സുമനസ്സുകളുടെ സഹായത്തോടെ ചാമക്കാലയിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. TM ഹൈദർ ഹാജി അധ്യക്ഷനായിരുന്നു. SI KJ ജിനേഷ്, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, മുഹമ്മദ് ഷാഫി ഹുദവി, ഷമീർ എളയടത്ത്, MCM മൊയ്തീൻകുട്ടി, അയ്യപ്പദാസ്, KS അബ്ദുൽ സലാം എന്നിവർ സന്നിഹിതരായി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച് 6 മാസം പിന്നിടുമ്പോൾ 4 കുടുംബങ്ങൾക്കാണ് പോലീസ് വീടൊരുക്കിയത്. TCV കയ്പമംഗലം. നിരവധി നാടൻ പാട്ടുകൾ രചിക്കുകയും കലാഭവൻ മണി ഉൾപ്പെടെയുള്ളവർ പാടുകയും ചെയ്ത അറുമുഖൻ വെങ്കിടങ്ങന്റെ രചനകൾക്ക് അംഗീകാരം. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്ക് ആർട്ട് റിസർച്ച് സെന്റർ കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 2ാമത് കലാമാണിക്യ പുരസ്കാരമാണ് അറുമുഖൻ വെങ്കിടങ്ങിനെ തേടിയെത്തിയത്. 11,001 രൂപയും പുരസ്കാരവും അടങ്ങുന്നതാണ് അവാർഡ്. കലാഭവൻ മണിയുടെ സ്മരണയ്ക്കായുള്ള അവാർഡിനെ തെരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അറുമുഖൻ വെങ്കിടങ്ങ് പറഞ്ഞു. മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാച്ചിന് കള്ളും വിധിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. വളരെ വൈകിയാണെങ്കിലും അംഗീകാരങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. പാട്ടുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞ് അങ്ങനൊരു അവാർഡിലേക്ക് എന്നെ എത്തിച്ചത്. ജനപ്രിയമായ നിരവധി നാടൻ പാട്ടുകളും നിരവധി ചലച്ചിത്ര ഗാനങ്ങൾക്കും അറുമുഖൻ രചന നിർവഹിച്ചിട്ടുണ്ട്. മാർച്ച് 8 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് അവാർഡ് ദാനം. ഡെറാഡൂണിൽ നടക്കുന്ന 50 വയസ്സിന് മുകളിലുള്ളവരുടെ ദേശീയ വെറ്ററൻസ് ഫുട്ബോൾ മത്സരത്തിനുള്ള കേരള ടീം സജ്ജമാകുന്നു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2 വരെയാണ് ദേശീയ വെറ്ററൻസ് ഫുട്ബോൾ ഡെറാഡൂണിൽ നടക്കുന്നത്. മുൻ സംസ്ഥാന താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും അടങ്ങുന്നതാണ് കേരള ടീം. 3 ആഴ്ചകളിലായി അരിമ്പൂരും അയ്യന്തോളുമായാണ് ടീമിന്റെ പരിശീലനം നടക്കുന്നത്. സജീന്ദ്രൻ മോഹന്റെ പരിശീലനത്തിലാണ് ടീം ഒരുങ്ങുന്നത്. റാഫേൽ ചിറ്റിലപ്പള്ളിയാണ് ടീം മാനേജർ. ദേശീയ റഫറിയും AIFF മാച്ച് കമ്മീഷണറുമായ ഡെന്നി ജേക്കബാണ് ടീം ക്യാപ്റ്റൻ. അരിമ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ ഇവർക്കുള്ള ജേഴ്സികൾ വിതരണം ചെയ്തു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ്, വാർഡംഗം ശില്പ തുടങ്ങിയവർ പങ്കെടുത്തു. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാവതരണങ്ങൾ നടന്നു. കനാട്ടുകര ശ്രീദുർഗ നൃത്ത കലാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നൃത്തനൃത്യങ്ങൾ, ചലച്ചിത്ര താരമായ സോനു സതീഷ് കുമാറിന്റെ കുച്ചിപ്പുടി, കഥകളി എന്നിവ അരങ്ങേറി. ചൊവ്വാഴ്ച ഭരതനാട്യം, പുല്ലാങ്കുഴൽ കച്ചേരി എന്നിവ അരങ്ങേറി. ഓൾ ഇന്ത്യ മിക്സഡ് മാർഷൽ ആർട്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ബംഗളൂരുവിൽ നടന്ന MMA ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിന് മികച്ച നേട്ടം. തൃശൂരിൽ നിന്നുള്ള ആഷിഖ് അമീർ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ വെള്ളിയും മുഹമ്മദ് സോയബ് 77 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലവും നേടി. ഇരുവരും തൃശൂരിലെ ടൈഗർ കേജ് MMAയിൽ നിന്നാണ് പരിശീലനം നേടിയത്. വാണിജ്യം.
ദന്തചികിത്സാ രംഗത്ത് അതിനൂതന ചികിത്സാ സജ്ജീകരണങ്ങളുമായി ദി ഡെന്റിസ്റ്റ് സ്പെഷ്യാലിറ്റി ദന്താശുപത്രി കുട്ടനെല്ലൂർ GP സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ദി ഡെന്റിസ്റ്റ് സ്പെഷ്യാലിറ്റി ദന്താശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ വി രാവുണ്ണി, TR സന്തോഷ്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ചന്ദ്രൻ, കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റിക്സൺ പ്രിൻസ്, കുട്ടനെല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, ഫാദർ നോയൽ കുരിശിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സോന ജോസിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരാണ് ദന്താശുപത്രിയിൽ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. പല്ലുമായി ബന്ധപ്പെട്ട എല്ലാ അത്യാധുനിക ചികിത്സകളും, മുറിച്ചുണ്ട്, മുറിയണ്ണാക്ക് തുടങ്ങി മുഖവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചികിത്സകളും, കുട്ടികളിൽ കണ്ടുവരുന്ന പല്ലും മുഖവുമായി ബന്ധപ്പെട്ട ചികിത്സയും, കുട്ടികളിൽ കണ്ടുവരുന്ന ദുശീലങ്ങൾക്കുള്ള ചികിത്സയും ദി ഡെന്റിസ്റ്റ് സ്പെഷ്യാലിറ്റി ദന്താശുപത്രിയിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8301065450. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷാ പ്രളയം. പദ്ധതിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. ആനയിടഞ്ഞുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വർദ്ധിച്ചുവരുന്ന ചൂടും ജനങ്ങളുടെ പ്രകോപനവുമാണ് ആനകൾ ഇടയാൻ കാരണമെന്ന് വിദഗ്ധർ. ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ പുതുതായി വരുന്ന പദ്ധതി സംബന്ധിച്ച് ആശയ വ്യക്തത വരുത്തണമെന്ന് കോൺഗ്രസ്. 70 കോടി ചെലവിൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് മേയർ അജിത വിജയൻ. പെരിയ ഇരട്ട കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസ് CBIയെ ഏൽപ്പിക്കണമെന്നും ചെന്നിത്തല. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. വിചാരണ വേഗം പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. പ്രധാന പങ്കാളികളായ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങൾ ഒരുങ്ങി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.